രണ്ടാഴ്ച മുൻപ് തൃശൂരിൽ നടത്തിയ റോഡ് ഷോയ്ക്ക് പിന്നാലെയാണ് കൊച്ചിയെ കയ്യിലെടുത്ത് പ്രധാനമന്ത്രി ആവേശത്തിരമാല ഉയർത്തിയത്. നാവികസേന ആസ്ഥാനത്ത് വന്നിറങ്ങിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. പിന്നാലെ കാർമാർഗം റോഡ് ഷോയ്ക്കായി മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ജംഗ്ഷനിലേക്ക്. മോദി എത്തിയതോടെ ആവേശത്തിരയിൽ നഗരം മുങ്ങി. തുറന്ന വാഹനത്തിൽ 1.5 കിലോമീറ്ററോളം അകലെ ഗസ്റ്റ് ഹൗസിലേക്ക് റോഡ് ഷോ. വാഹനത്തിൽ ഒപ്പം കെ സുരേന്ദ്രൻ മാത്രം. റോഡിന് ഇരുവശവും മണിക്കൂറുകളായി കാത്തുനിന്നവർക്ക് ഇരു കൈകളും വീശി അഭിവാദനങ്ങൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ 2-3 വരികളായി റോഡിൽ നിരന്നു. വഴിയിലുടനീളമായി കാത്തുനിന്നവർ വിതറിയത് 2000 കിലോ പൂക്കൾ. കനത്ത സുരക്ഷയിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനും സുഭാഷ് പാർക്കും ലോ കോളേജും പിന്നിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക്. ഗസ്റ്റ് ഹൗസിലെത്തുമ്പോഴേക്കും പ്രധാനമന്ത്രിക്ക് അഭിവാദ്യങ്ങളുമായി BJP പ്രവർത്തകർ കാത്തുനിന്നിരുന്നു. 2 ആഴ്ചയ്ക്കിടെ കേരളത്തിൽ നടത്തിയ രണ്ടാമത്തെ റോഡ് ഷോയും സൂപ്പർ ഹിറ്റ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കേരളത്തിലെ BJPയെ എത്തിക്കാൻ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് കഴിഞ്ഞു എന്നത് വ്യക്തമാണ്. ബിനു പാവയ്ക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.